ദൈവമേ, നിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. നിൻ്റെ സിംഹാസനത്തിന് മുൻപാകെ ഞാൻ വന്നിരിക്കുന്നു. സ്വർഗസ്ഥനായ രാജാവേ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ക്ഷമിക്കണമേ. ദൈവമേ, നീ ഏറ്റവും കരുണയുള്ളവനാകിയാൽ മുടിയനായ പുത്രനെ കൈക്കൊണ്ടതുപോലെ എന്നെ കൈക്കൊണ്ട് എന്നോട് കരുണ ചെയ്യണമേ. ആമേൻ. ക്രിസ്ത്യ കീർത്തനങ്ങളിൽ 44-ാമത്തെ പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ക്രിസ്ത്യ കീർത്തനങ്ങളിൽ 44-ാമത്തെ. യേശുവിൻ നാമം മധുരിമ നാമം, ഇടയില്ല നാമം, ഇമ്പനാമം. പാപത്തിൻ ഭാരവും ശാപവും നീക്കും പരമസന്തോഷം ഏകിടും നാമം. പാപത്തിൻ ഭാരവും ശാപവും നീക്കും പരമസന്തോഷം ഏകിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. പരിമള തൈലം പോലെ യേശുവിൻ നാമം, പാരെങ്ങും വാസന വീശിടും നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനവർ വാഴ്ത്തിടും യേശുവിൻ നാമം. വാനിലും ഭൂമിയിലും മേലായ നാമം, വാനവർ വാഴ്ത്തിടും യേശുവിൻ നാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം. എത്ര മഹാത്ഭുതം യേശുവിൻ നാമം, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനാമം. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. എനിക്കൊരു കൂട്ടുകാരില്ല, കഷ്ടമുണ്ട് കേട്ടോ. വരുമോ? ആ, എല്ലാവർക്കും കാണാം. എനിക്ക് കാണാനും പറ്റത്തില്ല അവിടെ. ഓക്കെ.
ആശ്വാസദായകനാം എനിക്കേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ആവശ്യഭാരങ്ങളാ ഞാനാകുലനായിടുമ്പോൾ, ആവശ്യഭാരങ്ങളാ ഞാനാകുലനായിടുമ്പോൾ തൻ്റെ സാന്ത്വനം നൽകി വഴി നടത്തും യേശു അരികിലുണ്ട്. തൻ്റെ സാന്ത്വനം നൽകി വഴി നടത്തും യേശു അരികിലുണ്ട്. ആശ്വാസദായകനാ എനിക്കേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. രോഗം പ്രയാസങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ, രോഗം പ്രയാസങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോൾ എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. ആശ്വാസദായകനാ എനിക്കേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ലോകത്തിൻ കെടുതികളിൽ ഞാൻ താളടി
ആശ്വാസദായകനാ എനിക്കേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. എന്തെന്തു ഭാരങ്ങളേറി വന്നാലും എന്നെ കൈവിടാത്തവൻ. പരമാർത്ഥിയാം ഹാബേലിനാടും നോഹിൻ കാഴ്ചയും അബ്രഹാം തൻ ബലിയും കൈക്കൊണ്ട ദൈവമേ മൽപ്രാർത്ഥന നീ കൈക്കൊണ്ട മാമയാചന നൽകിയിടണമേ. ശോഭനീറഞ്ഞോരാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസേര ഞങ്ങളുടെ ദുശ്ചിന്ത ദുർമോഹം ശമനം ചെയ്വതിനിൻ അയ്യോ വിളിക്കുന്നു നിൻ നാമത്തെ. മറിയാമിൽ നിന്ന് ശരീരം ധരിക്കുകയും യോഹന്നാനോട് മാമോദീസ ഏറ്റുകൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവായ യേശുമശിഹായെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, പുത്രവചനവുമായി ഞങ്ങളുടെ രാജാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തും. സ്വഭാവപ്രകാരം ഗുണമില്ലാത്തവനും തന്റെ കൃപയായ സകല മനുഷ്യരെയും ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിശുദ്ധ കന്യകമറിയാമത്തോടെ ധരിച്ച് ഭേദം കൂടാതെ മനുഷ്യപുത്രനായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് തന്റെ മരണത്താൽ ഞങ്ങളുടെ മരണത്തെ ചവിട്ടിക്കൊന്നവനും വിശുദ്ധ ധൃതരും തന്റെ പിതാവിനോടും ജീവനുള്ള തന്റെ വിസ്തൃഹായോടും കൂടെ തുല്യമായി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളെ ശിഷ്യാതുരായി ഞങ്ങളെല്ലാവരും ചെയ്യണമേ. ആമേൻ.
പരിശുദ്ധനാകുന്നു. ബലവാനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹായെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുരിയേലായിസോൻ. 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 പൗലോസ് ശ്ലീഹ ഭാഗ്യവാൻ ചൊല്ലിടുന്നു. നിങ്ങളെ ഞങ്ങളറിയിച്ചതന്നെ മറ്റൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൻ ശാപം. പലതരമുപദേശങ്ങളോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം തോ അവസാനിപ്പിപ്പോ ധന്യൻ. ദൈവമായ കർത്താവേ, ഈ സമയത്ത് തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, നിന്റെയും ദിവ്യന്മാരായ നിന്റെ സ്ലിഹന്മാരുടെയും പരിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോസ് സ്ലിഹായുടെ കൽപ്പനകളെ പിടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നിന്നും സ്നേഹമുള്ളവരുടെ സ്തുതി. കർത്താവേ, നിന്റെ വചനങ്ങളെ തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് ആർ പ്രതികൂലം? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടെ സകലതും നമുക്കായി നൽകാതിരിക്കുമോ?
ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിയുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നവരാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം നിങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു. അറുക്കുവാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു ദൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികൾ കർത്താവിന് കഴിപ്പി. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിയിൽ അരങ്ങാത്തിൽ കർത്താവിന് വന്നേപ്പേ. ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ പരിശുദ്ധമുള്ള എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും പരിശുദ്ധ റൂഹായുടെ നൽവരം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ദുരിഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലാം ഇപ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യുമാറാകണമേ. ഹോശോ സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധമുള്ള എവൻഗേലിയോൻ നമ്മുടെ രക്ഷയ്ക്കായി വിശുദ്ധ കന്യകയായ മറിയാമിൽ നിന്ന് ശരീരമെടുത്ത ദൈവമായ ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷകരമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം കൽപ്പിച്ച് പഠിപ്പിച്ചു. അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി അവനിരുന്ന ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവൻ തിരുവായി മുഴഞ്ഞ് അവരോട് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എൻ്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് ഘോഷിച്ച് ഉല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഉപദേശം ശാസന ശിക്ഷാനീതിലഭ്യാസം ഈ വചനത്താൽ അടിയാർക്കു ലഭിപ്പാൻ കൃപയുള്ളവനായ
എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചവരെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും നിരന്തരവുമായി ഗ്രേറ്റുവാനടിയങ്ങൾ യോഗ്യതയുള്ളവരായി തീരുമാറാകണമേ. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിക്കുകയും ഉണ്മയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോന്നതനും പാപദാസ്യത്തിൽ നിന്ന് നമ്മെ വീണ്ടുകൊള്ളുകയും വിലയേറിയ രക്തത്താൽ പുത്രസ്വീകാരത്തിന് നമ്മെ നിയമിക്കുകയും ചെയ്ത പ്രധാന ആചാര്യനുമായ മശിഹാ തമ്പുരാന് ദൈവികമായ സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ സമയത്തും നമ്മുടെ ആയുസ്സിൻ നാളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും ആരാധനയും യോഗ്യമായിരിക്കുന്നു. ഹോശോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ചവരെ സഹായിക്കണമേ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളെ ഓർക്കാതെ വണ്ണം മായിച്ച് ഇല്ലാതെയാക്കുന്നവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള ഈ നിന്റെ സർവ്വമക്കളുടെയും പാപങ്ങളും നിന്റെ സ്നേഹകാരുണ്യത്താൽ വായിച്ചു നല്ലവനെ ദേവതോതി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അൽപ്പാന്മാരെയും വിശുദ്ധി മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദൈവമാകുന്ന മഞ്ഞു ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിന്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായി ഞങ്ങളുടെ രാജാവായ മശിഹായെ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീ ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉത്തരം അരുളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്തിനും തുടങ്ങി നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനമുള്ള ശിക്ഷകളും കോപത്തിന്റെ വടികളും നിന്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. സമാധാനത്തിന് മക്കൾക്ക് നൽകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രമല്ല ഇപ്പോഴും ഞങ്ങൾ കരേറ്റുവാനായിട്ട് തന്നെ. ഹോശോ വബകുലസ്ബാൻ ലുൽമേ. തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകിയ ഉത്തമീടേനായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങളിൽ നിന്റെ ശ്രേഷ്ഠത്വത്തെ സ്തുതിക്കുന്ന ക്രോവേന്മാരോടും നിനക്ക് കാദീശ് പാടുന്ന സ്രാഫേന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ ഈ ഭയങ്കരമായ സിംഹാസനത്തിന് മുൻപാകെ ഞാൻ നിന്നുകൊണ്ട് ഈ നിന്റെ ജനത്തിന് പാപപരിഹാരവും നിന്റെ സകല സൃഷ്ടിക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവകയിലെ ആടുകളിൽ മേൽ നിന്റെ നന്മകളെ നീ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന അകൃത്യങ്ങളെല്ലാം നിന്റെ ഓർമ്മയിൽ നിന്ന് മായ്ച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുമ്പാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളോടുകൂടെ നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്ത് വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുർബാനകളിൽ പ്രസാദിച്ചവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ന്യായത്തിൽ ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അങ്കി ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും വന്ദനവും പുകഴ്ചയും ആരാധനയും അടിയങ്ങൾ ആയുസോടിരിക്കുന്ന എല്ലാ നാളുകളിലും കരേറ്റുവാനായിട്ട് തന്നെ. ഹോശോ വബകുലസ്ബാൻ ലുൽമീൻ.
പാപങ്ങൾക്ക് മോചനമെന്നേക്കും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേൻ ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധ റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോടെ നിന്നേ ബഹുമാനമുള്ള പട്ടക്കാരന്റെ പിന്നാലെ ചെല്ലണം. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകവുമേ പ്രകാശിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും തിരിച്ചുള്ള സൃഷ്ടിയിലാത്തവനും തത്വത്തിൽ പിതാവിനോട് ഏകത്വമുള്ളവനും സകലസൃഷ്ടിക്ക് മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷയ്ക്കും വേണ്ടി സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധരുമായ മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് തിരുവിധ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തിയേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്വമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മനുഷ്യരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവങ്ങളുടെയും പരിപാലിക്കുന്നതുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനോട് പുത്രനോട് കൂടി വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധയും കാതോലിക അപ്പോസ്തലനുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള മാമോദീസ പുതിയ ജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ഇരിക്കാം. ജന്മദിനമോ വിവാഹവാർഷികമോ ആഘോഷിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് മുന്നോട്ട് വരാം. ജന്മദിനം, വിവാഹവാർഷികം. നിത്യം നാട് തീടണമേ എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നാട് തീടണമേ. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഒരു വർഷത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞൊരു വർഷം മാത്രമല്ല, നല്ലവനും വല്ലഭനുമായി നീ ഞങ്ങളോട് കൂടിയിരുന്നു. ഞങ്ങളെ വഴി നടത്തി, ഞങ്ങളെ അനുഗ്രഹിച്ചു. നിൻ്റെ കൃപയിൽ ഞങ്ങളെ പൊതിഞ്ഞു. ആയുസ് നൽകി, ആരോഗ്യം നൽകി, ദൈവികമായ നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി. നിന്നെ കൂടാതെ ഒരു ജീവിതമില്ല. നിന്നെ പിരിഞ്ഞ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നുമില്ല. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധമായ സിംഹാസനത്തിന് മുമ്പാകെ, ഉയർന്നതും പൊങ്ങിയതുമായ സിംഹാസനത്തിന് മുമ്പാകെ വന്ന് മുഴങ്കാലുകൾ മടക്കിയിരിക്കുന്നതിൻ്റെ മക്കളോട് കരുണ ചെയ്യണമേ. ആയുസ്സിലൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ, കുടുംബജീവിതത്തിലൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കതിന് കുഞ്ഞുങ്ങൾക്ക് സഹായിക്കുന്നതോട് നന്ദിയോടെ സ്തോത്രം. കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ക്രൂശിൻ്റെ ദർശനത്തോടെ കർത്താവിനെ ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും മുന്നോട്ട് പോകാൻ തക്കണം. നിൻ്റെ കുഞ്ഞുങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ മേൽ വർഷിപ്പിക്കണമേ. കർത്താവിൻ്റെ വലതുകരം അവരുടെ മേൽ ആവശ്യിപ്പിക്കണമേ. ദൈവികമായ അനുഗ്രഹങ്ങളാലും ഏറിയ വിശ്വാസത്താലും പ്രത്യാശയാലും നിൻ്റെ കുഞ്ഞുങ്ങളെ നിറച്ച് വഴി നടത്തി അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. ഇമ്പമുള്ള ജീവിതവും ഏറെ ധനം മാനങ്ങളും
കൺവെൻഷൻ ഗീതങ്ങളിൽ 19-ാമത്തെ പാട്ട് പാടുന്ന സമയത്ത് സ്തോത്ര കാഴ്ച സമർപ്പിക്കാവുന്ന അത്ര കൺവെൻഷൻ ഗീതങ്ങളിൽ 19-ാമത്തേത്. സ്പീഡായിരിക്കും കേട്ടോ, എനിക്കറിയില്ല സ്പീഡാണോ ഇതാണോ. എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എൻ്റെ സങ്കടങ്ങൾ എൻ്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തുംബരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുപരൻ മേശുപരൻ. എൻ്റെ പ്രാർത്ഥനകൾ എൻ്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എൻ്റെ സങ്കടങ്ങൾ എൻ്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. എൻ്റെ സങ്കടങ്ങൾ എൻ്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുപരൻ. എൻ്റെ ഭാവിയെ തകർച്ചയിൽ നിന്നും എൻ്റെ ഭവനത്തെ കഷ്ടതയിൽ നിന്നും എൻ്റെ വൈരിയൻ കരങ്ങളിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. എൻ്റെ ഭാവിയെ തകർച്ചയിൽ നിന്നും എൻ്റെ ഭവനത്തെ കഷ്ടതയിൽ നിന്നും എൻ്റെ വൈരിയൻ കരങ്ങളിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുപരൻ.
ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഒരു വർഷത്തിൻ്റെ അവസാന ദിവസത്തിൽ കഴിഞ്ഞൊരു വർഷത്തെ നന്മകളും അനുഗ്രഹങ്ങളുമായി അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം നിൻ്റെ ദാനമാണ് എന്ന് ഞങ്ങൾ സംബന്ധിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിലെ ഞങ്ങൾ അടുത്ത് വരുന്നു. കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് സ്തോത്രം, നീ ഞങ്ങളെ കരുതുന്നതുകൊണ്ട് സ്തോത്രം, നീ നിൻ്റെ വലുതേര് ഞങ്ങളുടെ മേലെ ആവശ്യിപ്പിക്കുന്നതുകൊണ്ട് സ്തോത്രം, ഞങ്ങൾക്ക് സൗഖ്യം നൽകുന്നതുകൊണ്ട് സ്തോത്രം, ഞങ്ങളെ ബലപ്പെടുത്തുന്നതുകൊണ്ട് സ്തോത്രം, നിൻ്റെ ആത്മാവ് ഞങ്ങൾ നിറയ്ക്കുന്നതുകൊണ്ട് സ്തോത്രം. എണ്ണി സ്തുതിക്കുവാനിടമില്ലാതെ നന്മകൾ നൽകിയവനെ നിൻ്റെ കരങ്ങളിലേക്ക് ഇടവകയായും കുടുംബങ്ങളായും വ്യക്തികളായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന പ്രതീകമായി അർപ്പിച്ചിരിക്കുന്ന കാഴ്ചകൾ കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന ദയോടെ കേൾക്കണമേ. ആമേൻ. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നമുക്ക് ഒരു യോഗം ഉണ്ടല്ലോ, സാക്ഷി യോഗമായിട്ടാണ് കൂടുന്നത്. ആ യോഗത്തിൽ വെച്ച് പ്രസംഗം ഉള്ളതുകൊണ്ട് ഞാനിവിടെ പ്രസംഗിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അനൗൺസ്മെൻറ്റിന് ശേഷം ചായ കുടിച്ച് ഒരു 10 മിനിറ്റ് ബ്രേക്ക്, തിരിച്ചു വന്ന് പാട്ട് പാടി നമുക്ക് ഒരു പ്രസംഗമുണ്ട്. പ്രസംഗത്തെ തുടർന്ന് നമുക്ക് സാക്ഷ്യം പറയാനായിട്ടുള്ള അവസരമുണ്ട്. സാക്ഷ്യത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ രാവിലത്തെ ഇത് അവസാനിക്കും. വൈകുന്നേരം 10:30 മണിക്ക് വിശുദ്ധ കുർബാന മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുതുവർഷ സ്തോത്രത്തിൻ്റെ ഉള്ള പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും താല്പര്യം മുതൽ സംബന്ധിക്കണം, സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഞാൻ ഒരു ചെറിയ കാര്യം മാത്രം പറയാം. ഇപ്പോൾ നമ്മൾ ഏവെങ്കിലും വായിച്ചപ്പം അത് 9 കൂട്ടം ഭാഗ്യക്കാരെ എഴുതിയിട്ടുണ്ട്. 9 കൂട്ടം ഭാഗ്യക്കാരെ എഴുതിയിട്ടുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ മുതൽ നീതി നിമിത്തം ഉദ്ധരിക്കപ്പെടുന്നവർ മുതൽ ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം പറയാം. 9 എണ്ണം പറയേണ്ടതാണ്, എന്നാൽ ഒരെണ്ണം പറയാം. എന്താ? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. CS സോങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചൈനക്കാരനുണ്ട്. തൈവാനാണ്, ചൈനക്കാരനാണ്. അയാൾ പറഞ്ഞൊരു കഥ മാത്രമേ ഞാൻ പറയാം. ഒരു നമ്മളെപ്പോലെ തന്നെ ഭയങ്കര മോശമായിട്ടുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. ഭയങ്കര മോശമായിട്ടായിരുന്നു. അയാൾ ആർക്കും നന്മ ചെയ്യുന്ന മനുഷ്യനല്ല, എല്ലാവരും ദ്രോഹിക്കുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ ആരെയും സ്നേഹിക്കാത്തൊരു മനുഷ്യനാണ്. എന്നെപ്പോലെ ഒന്ന് വിചാരിച്ചു, അങ്ങനെ ഒരു മനുഷ്യനാണ്. അയാൾ ഒരു നന്മ ചെയ്തു. എന്താ അറിയാമോ? അദ്ദേഹം ഇറങ്ങി വരുന്ന വഴിക്ക് വലിയൊരു ചെലന്തി വല കണ്ടു. ഭയങ്കര ചെലന്തി ഇങ്ങനെ കൂട് കൂട്ടി ഇങ്ങനെ വെച്ചേക്കുവാണ്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് ആ ചെലന്തിയെ ഉൾപ്പെടെ ആ വലയെല്ലാം അടിച്ചു പറിച്ച് എല്ലാം കളയണം. പക്ഷെ എന്തോ അദ്ദേഹത്തിന് ഒരു കരുണ തോന്നിയിട്ട് ഈ ചെലന്തി വലയെ അദ്ദേഹം വെറുതെ വിട്ടു. ചെലന്തിയോട് പറഞ്ഞു, ആ പോട്ടെ, ഞാൻ നിന്നെ വെറുതെ വിടുക എന്ന് പറഞ്ഞിട്ട് ചെലന്തിയെ ഉപദ്രവിക്കാതെ അദ്ദേഹം പോയി. അദ്ദേഹം മരിച്ച് പാതാളത്തിൽ ചെന്നു. പാതാളത്തിൽ ഭയങ്കര വിഷമാണ്. ഒത്തിരി പേര് പാതാളത്തിലുണ്ട്, ഭയങ്കര വിഷമാണ്. അപ്പോൾ അദ്ദേഹം ഭയങ്കര കരച്ചിൽ, ജീവിതത്തിൽ നന്മയൊന്നും ചെയ്യാൻ പറ്റിയില്ല, പാതാളത്തിലായിപ്പോയി. അപ്പോൾ അദ്ദേഹം പണ്ട് സഹായിച്ച ചെലന്തി അവിടെ വന്നു. എൻ്റെ മേളിൽ പറഞ്ഞു, പേടിക്കണ്ട, നീ എനിക്കൊരു നന്മ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിന്നെ രക്ഷിക്കാനൊരു മാർഗം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദൈവത്തോട് ആലോചിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്, നിൻ്റെ ഈ കരച്ചിലൊക്കെ കേട്ടപ്പോൾ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാൻ ചെലന്തി വല താഴോട്ടിറക്കി തരാം, നീ അതേ പിടിച്ച് മേളോട്ട് കയറി വന്നാൽ മതി. പാതാളത്തിൽ നിന്ന് പിടിച്ച് മേളോട്ട് കയറി വന്നാൽ സ്വർഗത്തിലോട്ട് പാ. ശരിയെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചെലന്തി അദ്ദേഹത്തിൻ്റെ ഒരു വല താഴോട്ടിറക്കി കൊടുത്തു. താഴെ വന്നത് ചെലന്തി വലയാ. ഒന്ന് ആലോചിച്ച് നോക്കി. യവനെ പിടിച്ച് അതിലൊന്നും കയറി ഒന്ന് പിടിച്ചു നോക്കി, ഒന്ന് വലിച്ചു നോക്കി, പൊട്ടുന്നില്ല. ആശ്വാസമായി. പൊട്ടത്തില്ല, നീ ധൈര്യമായിട്ട് അതേ പിടിച്ച് ഇങ്ങ് മേളിൽ കയറി വരാൻ പറഞ്ഞു. പാതാളത്തിൽ നിന്ന് മേളിൽ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട്, ആകെ ചെയ്തൊരു നന്മയാണ്, പിടിച്ചിട്ട് മേളിലോട്ട് ഇങ്ങനെ കയറാൻ വരാൻ തുടങ്ങിയപ്പം കുറച്ച് മേളിലോട്ട് കയറിയപ്പോൾ അടുത്ത ആൾ കാലേ കയറി പിടിച്ചു. അയാൾ പറഞ്ഞു, ഒറ്റ ചാൻസേ ഉള്ളൂ സ്വർഗത്തിൽ പോകാൻ, നിൻ്റെ കൂടെ വന്നു, പിന്നെ വരാൻ ഒക്കത്തില്ല, ഇവിടെ നിന്നെ തന്നെ വിടുകയല്ല. അടുത്തവൻ കാലേ കയറി പിടിച്ചു. അന്നേരം ഇവൻ പറഞ്ഞു, എടാ ഇത് ചെലന്തി വലയാ, ചിലപ്പോൾ പൊട്ടും, ആകെ ഒരു ചെറിയ ആട്ടത്തിലായി നിൽക്കുന്നത്. അവൻ പറഞ്ഞു, എന്ത് പൊട്ടിയാലും ശരി നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടുകയല്ല, ഞാൻ വരും കൂടെ. അവൻ കാലേ പിടിച്ചു. ഇച്ചിലൂടെ വലിച്ചു കയറിയപ്പോൾ അടുത്തവൻ കാലേ കയറി പിടിച്ചു. കുറച്ചുകൂടെ കയറിയപ്പോൾ അടുത്ത ആൾ കാലേ കയറി പിടിച്ചു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ ഇനി ഒത്തിരി കയറാനുണ്ട്. താഴോട്ട് ആളുകൾ ഇങ്ങനെ കാലേ പിടിക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, കർത്താവേ, ഈ നശിച്ചവന്മാർ കാലേ നിന്ന് പിടിവിട്ടാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ആ ചെലന്തി വല പൊട്ടി, എല്ലാവരും പാതാളത്തിലേക്ക് വീണു. അവിടെ ദൈവം പറയുന്നൊരു വാചകമുണ്ട്,
കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എത്ര പേര് ഈ ചലന്തി വലയെ കൂടെ കയറിയാലും ആ ചലന്തി വല പൊട്ടത്തില്ല. പക്ഷെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി ആ ചലന്തി വലയ്ക്കില്ല. നമുക്ക് ദൈവത്തിന് വിരുദ്ധമായി പറയുന്ന വാക്കുകളെ സഹിക്കാൻ ഈ ചലന്തി വലയ്ക്ക് സാധിക്കത്തില്ല. ആയിരക്കണക്കിന് ആളുകൾ ആ ചലന്തി വലയിൽ കൂടെ കയറിയാലും അത് പൊട്ടുകയുമില്ല. കഴിഞ്ഞൊരു വർഷം നമ്മൾ ആരോടൊക്കെ കരുണ കാണിച്ചിട്ടുണ്ട്. ദൈവം കരുണ കാണിച്ചോണ്ടാണ് നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഈ കുർബാന ചൊല്ലാനൊക്കെ വന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സത്യമായിട്ട് ഞാൻ പറയാം. അന്ന് ദൈവം എന്നെ ശക്തീകരിച്ച് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ദൈവം എത്രയോ കരുണയാണ് കാണിച്ചിരിക്കുന്നത്. ഒരു വർഷത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് വരുമ്പം എന്ത് പറയാനുണ്ട്? സ്തോത്രമല്ലാതെ, നന്ദിയല്ലാതെ എന്ത് പറയാനുണ്ട്? ചിലരോടെങ്കിലും നമ്മൾ കഴിഞ്ഞ വർഷം കരുണ കാണിക്കാതെ പോയിട്ടുണ്ട്. ചിലരെങ്കിലും സ്നേഹിക്കാതെ പോയിട്ടുണ്ട്. ചിലരെങ്കിലും കരുതാതെ പോയിട്ടുണ്ട്. ചിലർക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാതെ പോയിട്ടുണ്ട്. ആ കുറവുകൾ ദൈവസ്ഥാനത്തിൽ ഏറ്റു പറയാനായിട്ട് കുംഭസാരത്തിന് വേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ദേവാലയത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങി വന്നിരിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവരും ഈ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കുവാൻ ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുന്നു. ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾ കരുളാൻ, ഇത്ര മഹത്വമുള്ള പദവിയെ ഇപ്പോഴുക്കൾ കരുളാൻ പാത്രത ഏതുമില്ല. നിന്റെ കൃപയത്ര വിചിത്രമഹോ, പാത്രത ഏതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമഹോ. വന്ദനമേശുപരാ, നിനക്കെന്നും വന്ദനമേശുപരാ. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവായി. വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തി. സർവശക്തിയുള്ള പാവതമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യകമറിയാം ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹാ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞനുമായ കർത്താവേ, ചുങ്കക്കാരനെയും പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുഭവിച്ച തങ്ങളുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റ് പറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്ന ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. താനോടുള്ള നിരന്തര കൂട്ടായ്മയിൽ പുതുജോട് നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. എൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങൾ എന്നോടുകൂടെ പ്രാർത്ഥിപ്പിൻ. ഗുണവാ
പൂർണ്ണമായ സ്നേഹവും ഐക്യമത്യവും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബുകുലസ്ബാൻ ലുൽമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ സമാധാനം കൊടുക്കണം. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. മശീഹാ തമ്പുരാന്റെ സ്നേഹവും സമാധാനവും സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സർവദാ ഞങ്ങളുടെ ഇടയിൽ വസിക്കുമാറാകണമേ. സഹോദരരെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാന ശേഷം കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നമ്മുടെ നിലകളെ നാം അണക്കണം. ദൈവമേ, തിരുസന്നിധിയിലെ ഞങ്ങൾ വണങ്ങുന്നു. കർത്താവേ, ശാശ്വതമായ നിന്റെ വാഴ്വുകളാൽ ഞങ്ങളെല്ലാവരെയും നീ വാഴ്ത്തേണമേ. നിന്റെ ഏകപുത്രന്റെ പരിശുദ്ധ റൂഹാടെയും തിരുവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകുലസ്ബാൻ ലുൽമീൻ. സഹോദരരെ, നാം എല്ലാവരും അങ്ങയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടെ നിന്ന് നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുടയനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരവിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്ത് മശീഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടവായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും കർത്താവേ, തിരുസന്നിധിയിൽ നിന്നുകൊണ്ട് ഇടപെടാതെ നിന്നെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമയന്മാരുടെ ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈനികളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്തി പാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. കൊയ്നാൻ വമറീനാൻ. പരിശുദ്ധൻ 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 സ്തുതി. കർത്താവിന്റെ ഉന്നതങ്ങളിൽ സ്തുതി. രക്ഷാകരമായ പീഡാനുഭവത്തിന് ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു. കർത്താവേ, നീ വാഴ്ത്തേണമേ. വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധമുള്ള സ്ത്രീയന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പൻ, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ കലർത്തിയതായ കാസയും
അവനെടുത്ത് സ്തോത്രം ചെയ്തു. കർത്താവേ, നീ വാഴ്ത്തേണമേ. വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധമുള്ള സ്ലീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ. ധനികർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. കർത്താവേ, മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. നിന്റെ ഉയിർപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ രണ്ടാമത്തേതിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹം ഞങ്ങളുടെ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ സഭ രക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികളിൻ പ്രകാരം പ്രതിപകരം നൽകുന്ന പരിഭ്രമജനകമായ നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെ ഞങ്ങൾ ഓർക്കുന്നു. ഇത് നിമിത്തമായി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോടെ പ്രാർത്ഥിച്ചു പറയുന്നു. ലാബോ കാതമറോ. സർവശക്തനായ പിതാവായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. നല്ലവനേ, ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഉത്തരവ് അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഉത്തരവ് അരുളി ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഉത്തരവ് അരുളി ചെയ്ത് ദേതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കുരിയായിസോൻ, കുരിയായിസോൻ, കുരിയായിസോൻ. ഈ അപ്പം നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസയിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ, വേൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടകളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ വബ് കുലസ്ബാൻ ലുൽമേൻ. കർത്താവേ, 4 ഭാഗങ്ങളുമുള്ള വിശുദ്ധ സഭയെ മീശ ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള CSI CNI സഭകളുടെ മോഡർന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യോക്കീം മാർ കൊല്ലോസ്, ജോസഫ് മാർ ബർന്നബാസ് എന്നീ സബർഗൻ മെത്രാപ്പൊലീത്തമാരെയും തോമസ് മാർ തിമോഥിയോസ്, ഐസക് മാർ ഫീലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മത്യോസ് മാർ മക്കാറിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ്, തോമസ് മാർ തീത്തോസ്, സക്രിയാസ് മാർ അപ്രീം, യോസഫ് മാർ ഇവനിയോസ്, മത്യോസ് മാർ സറാഫീം എന്നീ എപ്പിസ്കോപ്പമാരെയും കശിഷ്യന്മാർ, ശമാശന്മാർ മുതലായി പട്ടത്തു നിന്നെടുത്ത എല്ലാവരെയും സന്യസ്തർ, സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യനിർജ്ജന്മാർക്കും നിയമസഭകൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റുകൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സംസാരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴിൽ അവരെ നടത്തണമേ.
സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷപ്രതിക്കും ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. കുരിയലായിസോൻ, കുരിയലായിസോൻ, കുരിയലായിസോൻ. കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. എന്നാൽ നിന്റെ ഏകപുത്രന്റെ തിരുശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്തിരിക്കുന്നുവല്ലോ. അവൻ മുഖാന്തരം അനുഗ്രഹങ്ങളും പാവമോചനവും കണ്ടെത്തുവാൻ അവനിൽ മാത്രം ഞങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നു. ദൈവമേ, മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും തിരുമുൻപാകെ ആശ്വസിപ്പിക്കണമേ. മഹാദൈവവും നമ്മുടെ ഇഷ്ടാവായിരിക്കുന്ന യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വാതിലിൽ മുട്ടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നാദമെങ്ങളുടെ ബാരയ്ക്കുമോ കുരിയലായിസോ. നല്ലവനേ, കേട്ടു യാചനകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നൽകണമേ നിൻ കാരുണ്യത്താൽ ബാരയ്ക്കുമോ കുരിയലായിസോ. സകലത്തിൻ്റെ ഉടയനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും വിശുദ്ധിയുള്ള തൻ്റെ രോഗായെ നാം സ്തുതിക്കുകയും ചെയ്യണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, നിന്റെ തിരുക്കൈകളിൽ ജീവനെ ഞങ്ങൾ പരമേൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. നല്ലവരേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീണ്ടും പ്രാർത്ഥിക്കുക. നമ്മുടെ ആവശ്യങ്ങൾ ദിവസത്തിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഒരു വർഷത്തിൻ്റെ അവസാന ദിവസത്തിലേക്ക് നമ്മളെ നമ്പുരാൻ പ്രവേശിപ്പിച്ചല്ലോ. കഴിഞ്ഞൊരു വർഷം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ കർത്താവ് നല്ലവനും വല്ലഭനും വിശ്വസ്തനുമായി നമ്മളോട് കൂടെ നമ്മളെ വഴി നടത്തി നമ്മളെ അനുഗ്രഹിച്ചു. നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വിവരങ്ങളിലേക്ക് ഇടവകയായും കുടുംബങ്ങളായും വ്യക്തികളായും നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവയിൽ രോഗാവസ്ഥയിലൂടെ കടന്നു വന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരിക്കുന്ന നമ്മുടെ ഫിലിപ്പോസിൻ്റെ ഭാര്യ ഷൈജ ഫിലിപ്പോസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എൻ്റെ മകൾക്ക് അപ്രതീക്ഷിതമായി നേരിട്ട അപകടത്തിൽ നിന്ന് കർത്താവ് നൽകുന്ന വിടുതലിനായി സ്തോത്രം ചെയ്യാം. ഇപ്പോഴേ മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിറ്റ് ICUവിൽ പ്രിയപ്പെട്ട മകളെ അഡ്മിറ്റ് ആയിരിക്കുന്നു. ചികിത്സകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവെ സൗഖ്യത്തിനും ആരോഗ്യത്തിനും മുഖാന്തരമാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് ഏറ്റെടുക്കണമേ. സൗഖ്യത്തോടെ കടന്നു വരുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് തന്നെ മെഡിക്കൽ കോളേജിലായിരിക്കുന്ന നമ്മുടെ 3-ാം പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ജോണച്ചാൻ്റെ മകൻ അലക്സാണ്ടറിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിൻ്റെ മകൻ ഒരു അപകടത്തിൽ നിന്ന് കർത്താവ് അവിടെ ചികിത്സയിലായിരിക്കുന്നല്ലോ. ആരോഗ്യത്തോടെ ഭവനത്തിൽ വരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ ആവശ്യങ്ങളിലൊക്കെയും വ്യാപരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. പ്രായത്തിലുള്ളവരെയും ക്ഷീണത്തിലുള്ളവരെയും നമ്മുടെ ഇടവകയിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇടവകയുടെ പ്രാർത്ഥനകളെ ഏൽപ്പിക്കുകയുള്ള സംഘടനകൾ ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രത്യേകം നമുക്ക് ദേശത്ത് സാക്ഷ്യമുള്ള ഒരു ചെറിയ സമൂഹമായി നിൽപ്പാൻ കൊണ്ട് തമ്പുരാനെ സഹായിക്കണമേ. നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞൊരു വർഷം കർത്താവ് നമ്മളെ നടത്തി, കർത്താവ് നമ്മളെ നയിച്ചു. നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും സുഖത്തിലും ദുഃഖത്തിലും തമ്പുരാൻ നമ്മളോട് കൂടെയിരുന്നു. കഴിഞ്ഞൊരു വർഷം കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട പറങ്കാട്ടുകുന്നിൽ പ്രിയപ്പെട്ട ഡാനിയൽ ചാൻ്റെ ജീവിതത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. ആ കുടുംബത്തെ പ്രത്യേകം പ്രാർത്ഥനയിൽ നമുക്ക് ഓർക്കാം. നമ്മളെ വിട്ട് കഴിഞ്ഞ ഒരു വർഷം കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാവരെയും അവരുടെ ജീവിതത്തെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം.
കഴിഞ്ഞ വർഷം മാമോദിസയിലൂടെ നമ്മുടെ ഇടവകയുടെ അംഗത്വത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് ആരാധനയ്ക്ക് ശേഷം നടക്കുന്ന സാക്ഷ്യയോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി 10:30 മണിക്ക് നടക്കുന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷ കർത്താവ് പുതിയ വർഷത്തിൽ കർത്താവിനോട് ചേർന്ന് പ്രവേശിക്കുന്നതിന് മുഖാന്തരമായി തീരണമേ. ഇന്നത്തെ ദിവസം എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി കർത്താവിൻ്റെ ആത്മാവിൽ നിറയപ്പെടുന്ന സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭവമായി തീരുവാൻ തൊക്കെയുണ്ട് ഇവിടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കും. ശത്രു ദുഷ്ടനെ നോക്കാതെ വേണം നമ്മുടെ എല്ലാ ഭവനങ്ങളെയും മുദ്രയിട്ടുകൊള്ളണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആപത്തും അനർത്ഥവും അപകടം നിറഞ്ഞ ലോകത്തിലെ കണ്ണിലും കൃഷ്ണമണി പോലെ കോഴി കുഞ്ഞുങ്ങളെ ചെറുടി പരിപാലിക്കുന്ന പോലെ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും കർത്താവ് പരിപാലിച്ചുകൊള്ളണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കട്ടളക്കാൽമേലും കുറുമ്പടിമേലും തളിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം കണ്ടപ്പോൾ സംഹാരകൻ ഒഴിഞ്ഞു പോയതുപോലെ നമ്മുടെ എല്ലാ ഭവനങ്ങളെയും കർത്താവിൻ്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് കൊള്ളണമേ എന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഈ സമയത്തെ സമർപ്പിക്കാം. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ ദൈവസ്ഥനിൽ നമുക്ക് ഇറക്കി വെക്കാം. നമ്മളോട് ആരാധനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട റോബിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ തളർന്നു പോകാതെ ബലപ്പെടുത്തണമേ കർത്താവെ, അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരുണ്ട്, കടപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. എല്ലാ വിഷയങ്ങളെയും തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് സംഗ്രഹിക്കുകയും ചെയ്യാം. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനും യാചനകളെ നൽകുന്നവനുമായ ദൈവം തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് യാചിച്ച് പരിശുദ്ധനായ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയെ തകർന്ന ഹൃദയത്തോടെ തിരു മുൻപാകെ ഞങ്ങൾ ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭൂവായതും ആദിയും അന്തമില്ലാത്തതും അന്ത്യമായിരിക്കുന്നതും തത്വത്തിലേകമായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എനിക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് തന്നെ ചെയ്യണമേ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടെ സൂക്ഷിക്കണം. കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയും എടുപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹായും പരിശുദ്ധനാകുന്നു. ആമേൻ. പാലിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തന്റെ തിരുവേനയുടെ വിലയേറിയ പീഡാനുഭവങ്ങളാൽ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുന്ന വാത്സല്യത്തെ പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായും നമ്മോടുകൂടെ കർത്താൻ തിരുനാമാതുലന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ഓർത്ത
പ്രിയപ്പെട്ടവരുമേ, നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്ത പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ കാണിക്കുന്നു. മനുഷ്യ ദിവസങ്ങൾ പുല്ലുപോലെയാകുന്നു, വയലിലെ പുഷ്പം പോലെ മുളയ്ക്കുന്നു. പാരിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. നിൻ ശരണത്തിൽ മൃതരാം നിൻ അടിയാരേ നിൻ ജീവസ്വരം പറുദീസായിലേക്കുണർത്തുമ്പോൾ ഞങ്ങളെയും നീ ഓർക്കേണമേ. സ്തോമൻ കാലോസ് കുരിയായിസോ. നിൻ കൽപ്പനയാൽ മരണം അധികാരം ചെയ്തു. നിന്നുയർപ്പാലതു മാന്യതിനാൽ നിനക്കായി സ്തോത്രം. എല്ലാ നാവും നിനക്കു സ്തോത്രം അർപ്പിച്ചിടുമേ. ആദാം സുതരെ ചേർത്തിടുവോനെ അനുഗ്രഹിക്കാം. സ്വന്തമനത്താൽ ജീവൻ ദേവപുത്ര, ഞങ്ങൾ ശബ്ദത്തിൽ പാടുവാൻ മണ്ണിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവം വന്യനും സ്തുതിനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറ വരേക്കും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തേൽപ്പനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നേക്കമുള്ള പുതുക്കത്തിനുമായി വരുവാനിരിക്കുന്നതിനുമായ ദൈവപുത്ര, പാപപരിഹാരം ചെയ്തിരിക്കുന്ന നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപബോധനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവെ, കാണപ്പെടാതല്ലാത്തതിന്റെ പോലെ തീർന്നിട്ട് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ നേക്കും തിരുസൽ മുഖപ്രസാദത്തിനുമായി കാലത്ത് മുറിക്കപ്പെട്ടും ചിന്തപ്പെട്ടതുമായ വില മതിക്കാവതല്ലാത്ത തിരുശരീരങ്ങളെ കൈക്കൊള്ളുന്ന ഈ നിന്റെ ആരാധകരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായിരിക്കും ദേശവിഷയുടെ അനുഗ്രഹങ്ങൾ ഈ ബിസിൽ വച്ചിരിക്കുന്നതിന്റെ പേരിൽ കൊടുക്കുന്നവരുടെ പേരിലും കൈക്കൊള്ളുന്നവരുടെ പേരിലും പ്രയത്നിച്ചൊരു അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലുണ്ടായിരിക്കും ദൈവത്തിന്റെ ആർത്തികരണങ്ങൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. കടകളുടെ പരിഹാരത്തിന് പാവത്തിന്റെ മോരത്തിന് വാക്കാൽ താഴ്ച മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ കർത്താവിൻ്റെ ശരീര രക്തങ്ങൾ നിങ്ങൾക്ക് നൽകുന്നു. കർത്താവ് നിങ്ങൾ കൊണ്ട് മരിച്ചു അതിൻ്റെ ഓർമ്മയ്ക്കായി സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളുവിൻ. ക്രിസ്തീയ കീർത്തനങ്ങൾ 241. തുടങ്ങിക്കോ സ്കിച്ച് ചെയ്താൽ തുടങ്ങും. നിന്നോട് ദൈവമേ ഞാൻ ചേരട്ടെ, നിൻ ക്രൂശു ഞാൻ വഹിക്കുന്നാലുമേ
നാശമേ എൻ ഗീതം എന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും. ക്രിസ്തീയ കീർത്തനങ്ങൾ 403. നിൻ സന്നിധി മതി ഹാ യേശുവേ നിൻ പ്രസാദം മതി ഈ എനിക്ക് വൻ ദുഃഖങ്ങളിലും നിൻ സന്നിധി മതി നിൻ സന്നിധി മതി ഇന്നും എന്നും. ഭൂമിയിളകിലും മാസമുദ്രം കോപിക്കിലും ഭയം ഇല്ലെനിക്ക്. അന്നു നിൻ കൈമതി നിൻ സന്നിധി മതി നിൻ സന്നിധി മതി ഇന്നും എന്നും. ലോകത്തിലേകനാ തീരുകിലും രോഗത്താൽ ബാധിതൻ ആയിടിലും തൃക്കണ്ണൻ മേൽ മതി നിൻ സന്നിധി മതി നിൻ സന്നിധി മതി ഇന്നും എന്നും. ആയിരം ആയിരം വൈരികളാ ആവൃതനാകിലും ഞാൻ ഭ്രമിക്കാം. നീ പക്ഷം മതി നിൻ സന്നിധി മതി നിൻ സന്നിധി മതി ഇന്നും
ക്രിസ്തീയ കീർത്തനങ്ങൾ 247. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവരി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്ന് തൂങ്ങി മരിച്ചുയരുകിയ, കാൽകരം ചേർന്ന് തൂങ്ങി മരിച്ചുയരുകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ശത്രുവീനഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ.
നഷ്ടമാകിലും ഇന്നും ഇന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നും ഇന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാൽ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ആർക്കും ന്യായവിധിക്കും പ്രതികാരത്തിനുമായിട്ട് ഭവിക്കാതെ പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായിട്ട് ഭവിക്കുമാറാകണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഭൂലോകം മുഴുവനും നിന്നെ മുട്ടൂത്തി വന്ദിക്കും, സകലനാഥന്റെ നാമത്തിന് സ്തോത്രം ചെയ്യും. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനും അവരുടെ പ്രത്യാശയും നീയാകൊണ്ട് ഞങ്ങളോട് കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയമായ നിന്റെ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങൾ യോഗ്യരാക്കിയ നിന്റെ കരുണ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുശരീരങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം വിധിക്കപ്പെടാതെ പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയ്ക്ക് യോഗ്യതയുള്ളവരായിട്ടും ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടി ഓഹരി അവകാശം ഞങ്ങളും പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ ആയുസ്സോടിരിക്കുന്ന എല്ലാ നാളുകളിലും കരേറ്റുവാനായിട്ട് തന്നെ ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹീതനായ കർത്താവേ, ദൈവമേ, തിരുശരീരത്തിലെ കണ്ടതിനു ശേഷം തിരുസന്നിധിയിലെ ഞങ്ങൾ വണങ്ങുന്നു. മനുഷ്യർഗത്തിന്റെ രക്ഷയ്ക്കായി സർവ്വം ചായച്ചിറങ്ങിയ വലിയ അത്ഭുതമായ ദൈവമേ, ഞങ്ങൾ നിന്റെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും പരിശുദ്ധ റൂഹാതമ്പുരാനോട് ആസ്വദിപ്പാതക്കോണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആദിപ്പോഴും എപ്പോഴും സർവകാലത്തേക്കും തന്നെ. അത്യുന്നതങ്ങളിൽ വാസം ചെയ്യും ഈലോയി ദേവാ, തിങ്ങും കരുണ കണ്ണാൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ശോഭിതമാം നിൻ ക്രൂശിൻ നിഴലിൽ ഞങ്ങളെ മറച്ച് കാരുണ്യത്താൽ ഈ കൂട്ടത്തെ വാഴ്ത്തിയിടണമേ. കർത്താവേ, തിരുസന്നിധിയിൽ ശുശ്രൂഷയിൽ ദാസന്റെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് നിന്റെ ഇടവകയുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ വാഴ്കൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കി നിന്റെ സമാധാനത്തോടെ ഞങ്ങളെ അയക്കണമേ. സഹോദരീ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്കളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധ മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവിൻ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന സ്ലീബയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധ മാമോദീസയാൽ മുദ്രിതരുമേ, തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയാൽ കൃപയും സമാധാനവും ലഭിക്കേണ്ടതിന് നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്താലെ പോയി എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ.
അടുത്ത ആഴ്ച സൺഡേ സ്കൂൾ ആരംഭിക്കുന്നതാണല്ലോ. നഴ്സറിയിൽ ചേരുവാനായിട്ടുള്ള കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിൽ കൊണ്ടുവരണമെന്ന് ഓർപ്പിക്കുന്നത് 2020 ജനിച്ചവരെയാണ് കൊണ്ടുവരേണ്ടത്. 2020 ജനിച്ചവരെ നഴ്സറി ക്ലാസ്സിൽ ചേർക്കുന്നതിനായിട്ട് അടുത്ത ഞായറാഴ്ച കൊണ്ടുവരണമെന്നുള്ളത് സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഒരു വിളിച്ചാലുള്ളത് ഞാൻ വായിച്ചോളട്ടെ. ചെങ്ങന്നൂർ കോട്ട മൂറിയ മാർത്തോമ ഇടവകയിൽ മേന്താനത്ത് ലിബിൻ വില്ലായിൽ ശ്രീ MD പൊന്നച്ചൻ്റെയും പരേതയായ ലാലി പൊന്നച്ചൻ്റെയും മകൻ റവറൻ ലിപിൻ പൊന്നച്ചനും, പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയിൽ ജെറിൻ വില്ലായിൽ ജോസ് മാത്യുവിൻ്റെയും ഡേസി ജോസിൻ്റെയും മകൾ ജെറീനാക്കെ ജോസും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2024 ജനുവരി മാസം 4-ാം തീയതി പകൽ 11 മണിക്ക് കോട്ട മോറിയ മാർത്തോമ പള്ളിയിൽ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു. ഈ വിവാഹത്തിന് സഭാസംബന്ധമായോ നിയമപരമായോ എന്തെങ്കിലും തടസ്സങ്ങളുള്ള പക്ഷം ആയത് മുൻകൂട്ടി രേഖാമൂലം വികാരിയെ അറിയിച്ചിരിക്കേണ്ടതാണ്. ഇത് 2ാമത്തെ വിളിച്ചുവല്ല. നമ്മുടെ ഇടവകയിൽ നിന്ന് 8ാം ഭാഗം പ്രാർത്ഥന ഗ്രൂപ്പിൽ പറങ്കാട്ടുകുന്നിൽ ശ്രീ G. ഡാനിയൽ കർത്തസനിലേക്ക് വാങ്ങിപ്പോയി. 26-ാം തീയതിയാണ് അദ്ദേഹം കർത്താവിൻ്റെ വിളി കേട്ട് കർത്തസനിലേക്ക് പോയത്. 27-ാം തീയതി പകൽ ഉച്ചയ്ക്ക് ശവസംസ്കാര ശുശ്രൂഷ അനുഗ്രഹകരമായ രീതിയിൽ നടന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ആ ഭവനത്തിൽ വെച്ച് ആ ഭവനത്തിൻ്റെ ആശ്വാസത്തിനായി ഒരു പ്രാർത്ഥന ക്രമീകരിച്ചു. അതിൽ ആളുകൾ താല്പര്യപൂർവ്വം സംബന്ധിച്ചു. നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കട്ടെ. ഇടവകയുടെ ആദരവും അനുശോചനവും പ്രത്യാശയും നമ്മൾ നേരത്തെ പള്ളിയിൽ പറഞ്ഞുവെങ്കിലും ആ കുടുംബത്തോടുള്ള പ്രാർത്ഥനയും അനുശോചനവും ഞാൻ ഇടവയ്ക്ക് വേണ്ടി വീണ്ടും ഞാൻ അറിയിക്കുന്നു. ഞാൻ ഷൈജയുടെ കാര്യം പ്രാർത്ഥനയിൽ ഓർത്തല്ലോ. ഇച്ചിരി പ്രയാസകരമായി രാവിലെ 5:30 മണിക്ക് ഞാൻ ഫിലിപ്പുമായിട്ട് ഇന്ന് രാവിലെ സംസാരിച്ചു. പള്ളി മദ്വാഹി കയറുന്നതിന് മുമ്പ് ഞാൻ സംസാരിച്ചായിരുന്നു. നമ്മുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ് എന്നുള്ളത് പറയട്ടെ. അപകടനിലം തരണം ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. കാലിന് പ്രശ്നമുണ്ട്, കൈക്ക് പ്രശ്നമുണ്ട്, നട്ടലിന് പ്രശ്നമുണ്ട്, വാരിയലിന് പ്രശ്നമുണ്ട്. വാരിയൽ വന്ന് കിഡ്നിയിൽ കയറിയിട്ടുള്ളതുകൊണ്ട് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പം ദൈവമക്കളുടെ പ്രാർത്ഥന വളരെ ആവശ്യമാണ് എന്നുള്ളത് പ്രത്യേകം പറയട്ടെ. നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സൂപ്രണ്ടിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചു. ആ മൾട്ടി സ്പെഷ്യാലിറ്റി ICUവിലുള്ള ഡോക്ടേഴ്സ് ഇൻചാർജായിട്ടുള്ള ഡോക്ടറിനോട് സംസാരിച്ച് വിവരങ്ങൾ പറഞ്ഞു. അവിടെയുള്ള ബഹുമാനപ്പെട്ട സജേഷ് മാത്യു അച്ഛൻ്റെ സുഹൃത്തുകൂടെ ആയ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അവരാൽ കഴിയുന്ന തരത്തിലുള്ള ഇന്നലെ പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് എല്ലാം തന്നെ അവിടെ വരികയും അവരെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ചികിത്സ അവിടെ നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ മജിസ്ട്രേറ്റ് ഷിബു സാറ് അദ്ദേഹത്തിൻ്റെ സഹായത്താൽ അവിടെ 2 പോലീസുകാരവിടെ ചെല്ലുകയും അദ്ദേഹത്തിനെ ഫിലിപ്പിൻ്റെ അടുക്കൽ ചെല്ലുകയും മറ്റെന്തെങ്കിലും സഹായങ്ങൾ, എന്തെങ്കിലും ബ്ലഡ് സംബന്ധമായോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെട്ടെന്നുള്ള അത്യാവശ്യങ്ങൾ എന്തെങ്കിലും ഉള്ള പക്ഷം അത് പോലീസുകാരെ അറിയിച്ചാൽ അവ കാര്യങ്ങളെല്ലാം അവർ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് അവരുടെ എല്ലാം ഒരു വലിയ ഗ്രൂപ്പിൻ്റെ നമ്പറെല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ച് എല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ലോകപ്രകാരം നമുക്ക് ചെയ്യാവുന്ന നമ്മുടെ പരിമിതികൾക്കകത്ത് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാമാണ് ഇപ്പോഴേ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയും എല്ലാം ആരുടെ കയ്യിലാണ്? എല്ലാം കർത്താവിൻ്റെ കയ്യിലാണ്. ദൈവമക്കളുടെ ശക്തമായ പ്രാർത്ഥന ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് ചോദിക്കുകയാണ്. നമ്മളെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ ഒരുമിച്ച് വളരുന്നത്. പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ. നമ്മുടെ ദൈവമക്കൾ എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണമെന്ന സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. ഇപ്പോഴും നമുക്ക് ചായയ്ക്ക് വേണ്ടി പിരിയാം. അതിനുശേഷം ഇപ്പോൾ സമയം എനിക്ക് വാച്ചില്ല. എത്ര സമയം ഇപ്പോൾ എത്രയായി? 10:30 നമുക്ക് പാട്ടോടുകൂടി നമുക്കൊരു ചെറിയ സാക്ഷ്യമാണ്. നമ്മുടെ ഒരു സന്ദേശം നമുക്ക് പ്രിയപ്പെട്ട റോബിൻ നൽകും. റോബിൻ നമുക്കറിയാം 10 വർഷം മുമ്പ് വൈദിക പഠനം പൂർത്തിയാക്കിയ ആളാണ്. ശമാശപ്പട്ട സ്വീകരണത്തിന് അടുത്ത് വന്ന സമയത്താണ് അപ്രതീക്ഷിതമായ സഭയിലുണ്ടായ ഒരു നോംസിന് ചേഞ്ച് വന്നപ്പോൾ പ്രൈവറ്റ് കാൻഡിഡേറ്റ്സിനെ പെട്ടെന്ന് മാറി വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാതെ പട്ടവേക്കാൻ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് നമ്മൾ പറയുന്ന പോലെ പട്ടവേൽക്കാൻ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ട്
പട്ട കേൾക്കാൻ പറ്റാതെ പോയ ഒരാളാണ്. എന്നാൽ സഭയോടുള്ള സ്നേഹം കൊണ്ട്, കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ഈ ശുശ്രൂഷയിൽ തന്നെ ആയിരിക്കുന്ന ഒരാളുമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രിസ്മസിൻ്റെ ഒരു സന്ദേശം, ചെറിയൊരു സന്ദേശം നൽകി. കാരണം ക്രിസ്മസിൻ്റെ ദിവസം നമുക്കറിയാം, നമുക്ക് പ്രസംഗം കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. പാട്ട് കേൾക്കുക, പിള്ളേരുടെ കലാപരിപാടികളുണ്ട്. ആ ദിവസം വചനം കേൾക്കാനല്ല നമ്മൾ ബേസിക്കലി വരുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു മെസ്സേജാണ് നൽകി. അതിൽ ഇന്ന് നമുക്ക് ആവശ്യമായ ഒരു സന്ദേശം അദ്ദേഹം നൽകും. അദ്ദേഹം തുടർന്നൊരു സാക്ഷ്യയോഗം, ഒരു വാക്കിൽ 2 വാക്കിൽ കർത്താവ് ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയാൻ, സ്തോത്രം പറയാനായിട്ടുള്ളൊരു അവസരമാണ് ഉള്ളത്. അതുകൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ രാവിലത്തെ മീറ്റിംഗ് അവസാനിക്കും. രാത്രി 10:30 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കും. വിശുദ്ധ കുർബാനയിൽ ഞാനൊരു മെസ്സേജ് നൽകും. കാരണം ഇന്ന് രാവിലെ തന്നില്ല, വൈകുന്നേരം ഞാനൊരു പ്രസംഗം, വൈകുന്നേരത്തെ നിങ്ങൾക്ക് ആവശ്യമായൊരു മെസ്സേജ് വൈകുന്നേരം രാത്രിയിലത്തെ സന്ദേശം ഞാൻ നൽകാം. വൈകിട്ട് വരാൻ പറ്റാതെ ആരോഗ്യമില്ലാത്തവരും പലരും രാവിലെ വന്നവരും ഉണ്ട്. വൈകിട്ട് വന്നില്ലെങ്കിലും നിങ്ങൾക്കുള്ള പ്രാർത്ഥനകൾ ഞങ്ങളിവിടെ നടത്തുന്നതായിരിക്കും. വൈകുന്നേരം ആരോഗ്യമുള്ള എല്ലാവരും തന്നെ രാത്രി 10:30 മണിക്കുള്ള വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കണം. 12:15 ആകുമ്പോഴത്തേന് കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മദ്ബഹായിൽ കത്തിച്ചിരിക്കുന്ന മെഴുകുതിരിയുമായി മുന്നോട്ട് വരുമ്പോൾ നിങ്ങളെല്ലാവരും, നിങ്ങളുടെ കയ്യിലെല്ലാം മെഴുകുതിരി ഉണ്ടാവും. മെഴുകുതിരി നിങ്ങൾ കത്തിച്ച് നമ്മളെല്ലാവരും ചേർന്ന് ദൈവത്തിന് സ്തോത്രം എന്നുള്ള പാട്ട് പാടി പ്രാർത്ഥന, ആശീർവാദം പറഞ്ഞ് പരസ്പരം ന്യൂ ഇയർ വിഷ് ചെയ്ത് നമ്മൾ പോകും. ഒരു കാര്യം ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, 28-ാം തീയതിയും 29-ാം തീയതിയും 30-ാം തീയതിയും ഇല്ലാത്ത പ്രത്യേക ഒരു ആത്മീയത 31-ാം തീയതി ഇല്ല, ആവശ്യവുമില്ല. 28-ാം തീയതി ഉള്ളതും 29-ാം തീയതി ഉള്ളതും 30-ാം തീയതി ഉള്ളതുമായ ആത്മീയത, 31-ാം തീയതിക്ക് മാത്രമായിട്ടൊരു ആത്മീയത ആവശ്യമില്ല. മനസ്സിലായി? 31-ാം തീയതി ആത്മീയത ഉണ്ടെങ്കിൽ, പ്രത്യേക ആത്മീയത ഉണ്ടെങ്കിൽ അടുത്ത ഈ എല്ലാ ദിവസവും ഈ ആത്മീയത ഉണ്ടാവണം. ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ആത്മീയത എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സ്ഥലം നിൽക്കുന്ന സാധനമൊന്നുമല്ലത്. എന്നാൽ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പം കഴിഞ്ഞൊരു വർഷം കർത്താവ് കാണിച്ച കരുണകളെ ഓർക്കാൻ, കർത്താവ് കാണിച്ച കൃപകളെ ഓർക്കാൻ, ദൈവമേ എത്ര നല്ലവനായിരുന്നു, ഞാൻ അവിശ്വസനായിരുന്നിട്ടും നീ നല്ലവനായിരുന്നല്ലോ എന്നൊന്ന് പറഞ്ഞ് ഒന്ന് സ്തോത്രം പാടി പോകാനായിട്ടാണ് വൈകുന്നേരത്തെ സർവീസ്. അപ്പോൾ എല്ലാവരും അതിൽ പ്രാർത്ഥന സംബന്ധിക്കണമെന്നുള്ളതും ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നമുക്കിപ്പോഴേ ചായയ്ക്ക് വേണ്ടി പിരിയാം. 10:30 മണിക്ക് വീണ്ടും കൂടാം. താങ്ക് യു വെരി മച്ച്.